ഹായ് ഡിയേഴ്സ്, ഹായ്. സോ എവ്രി വൺ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൈക്കോളജിയിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ്. കോൺഫ്ലിക്റ്റുകളിൽ നമ്മുടെ കേർഡ് ലിവിൻ്റെ ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്ട്സ് മാത്രമല്ല, കുറച്ച് അഡീഷണൽ ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് കൂടെ നമ്മൾ നോക്കും. സോ കോൺഫ്ലിക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? സംഘർഷങ്ങൾ അല്ലേ. സോ വ്യക്തികൾക്കുള്ളിലോ വ്യക്തികൾ തമ്മിലോ സമൂഹത്തിലോ ഉണ്ടാകുന്ന ആശയപരമായോ വൈകാരികപരമായോ ഉള്ള വ്യത്യാസങ്ങളെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സമൂഹങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ, നമ്മളൊരു സാമൂഹിക ജീവിയാണ്. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളോടും നമുക്ക് വിയോജിപ്പുണ്ടാവും. അപ്പോൾ അതിനോടുള്ള നമ്മുടെ ആശയപരമായോ വൈകാരികപരമായോ ഉള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ എനിക്കും എൻ്റെ സഹോദരിക്കും ഇടയിൽ നടക്കുന്ന, അങ്ങനെ രണ്ട് വ്യക്തികൾക്കുള്ളിൽ നടക്കുന്ന, വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ആശയപരമോ വൈകാരികപരമോ ആയ വ്യത്യാസങ്ങളെയാണ് നമ്മളിപ്പോൾ പറയും അയാൾ ചെയ്തത് ശരിയാണ്, അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നന്നായിരിക്കുന്നു. മറ്റേയാൾക്ക് അതേ അഭിപ്രായമായിരിക്കത്തില്ല. അയാളുടെ ഇതൊന്നുമല്ല, അത് വേറൊരു രീതിയിൽ ആ സിറ്റുവേഷൻ അങ്ങനെ ഹാൻഡിൽ ചെയ്തതിൻ്റെ ബെനിഫിറ്റാണ്, അല്ലാതെ ആ വ്യക്തിയുടെ ഇതല്ല എന്ന് പറഞ്ഞ് നമ്മൾ പല രീതിയിൽ ആശയപരമായും വൈകാരികപരമായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട്. ഇനി നമുക്കുള്ളിൽ തന്നെ നമുക്കുള്ളിൽ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവർക്കിടയിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പം ഒരു പൊരിച്ച 3 മീൻ അമ്മ പൊരിച്ചു, അതിൽ ഒരു മീൻ എനിക്കും ഒരു മീൻ അനിയത്തിയും കൊടുത്തു, ഇനി ഒന്നിരിപ്പുണ്ട്. അപ്പം അമ്മ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എടുക്കുക. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ അത് മുഴുവൻ ഞാൻ എടുക്കാമെന്നും എൻ്റെ ഒരു അങ്ങനെ ഒരു ടെൻഡൻസി ആയിരിക്കും എനിക്ക് തരുന്നത്. അതിനുശേഷം വേണ്ട, അനിയത്തിക്ക് കൊടുക്കാം എന്ന് പറയുന്നത് സൂപ്പർ ഈഗോയും. വേണ്ട, ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്താൽ പോരെ, അങ്ങനെ ചിന്തിക്കുന്നത് ഈഗോയും. അപ്പോൾ ഇവർക്കിടയിലൊക്കെ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഫൈനലി ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നു. സോ ഇങ്ങനെ വ്യക്തികൾക്കുള്ളിലോ വ്യക്തികൾ തമ്മിലോ സമൂഹത്തിലോ ഉണ്ടാകുന്ന ആശയപരമായോ വൈകാരികപരമായോ ഉള്ള വ്യത്യാസങ്ങളെയാണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതായത് കേർഡ് ലിവിൻ്റെ ഇൻട്രാ സൈക്കിക് കോൺഫ്ലിക്റ്റുകളെ കുറിച്ചാണ് പൊതുവേ നമുക്ക് BEd പഠിക്കാനുള്ളത്. ഒരു വ്യക്തിയുടെ മനസ്സിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണിവ. കേർഡ് ലിവിനാണ് ഈ മാനസിക സംഘർഷങ്ങളെ പ്രധാനമായി 4ആയി തരംതിരിച്ചത്. അപ്പോൾ പരീക്ഷകളിൽ ഇതിൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം വരാറുണ്ട്. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തേത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. ആരാണ് കൊണ്ടുവന്നത് ഈ ഒരു ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? കേർഡ് ലിവിനാണ്. അപ്പം ആദ്യത്തേത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരുപോലെ താല്പര്യമുള്ള പോസിറ്റീവായ 2 ലക്ഷ്യങ്ങളിൽ നിന്നും ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷമാണ്. അതായത് ഒരേ ദിവസം തന്നെ നല്ല 2 ബെസ്റ്റ് കോളേജസിൽ അഡ്മിഷൻ കിട്ടുന്നു, രണ്ടിനും ഒരേപോലെ മൂല്യമാണ്. ഇതിലെവിടെ പോകണം എന്നുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരേ ദിവസം ഒരേപോലെ ശമ്പളവും പദവിയുമുള്ള 2 നല്ല കമ്പനികളിൽ നിന്നും ജോലിക്ക് ഓഫർ ലഭിക്കുന്നു. അപ്പോൾ ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് കോൺഫ്ലിക്റ്റ്, 2 അപ്രോച്ചുകൾ അല്ലെങ്കിൽ 2 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കോൺഫ്ലിക്റ്റാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അതായത് ഒരു വ്യക്തിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത നെഗറ്റീവായ 2 സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷമാണിത്. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ചെകുത്താനും കടലിൽ ചാടിയാൽ ചെകുത്താൻ പിടിച്ചാലും ഒരേ എഫക്റ്റാണ്. അപ്പോൾ ഈ 2 അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് താല്പര്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള 2 സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താലേ പറ്റൂ എന്നുള്ള ഒരു സംഘർഷം വരുമ്പോഴുള്ള സംഘർഷമാണിത്. അതായത് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു പോത്തിനെ എന്തോ ബലി കൊടുക്കാൻ കൊണ്ടുവന്നു. ആ പോത്ത് കടലിലേക്ക് ചാടി ഒരു വാർത്തയുണ്ട്. പെട്ടെന്ന് എനിക്ക് അതിനാ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതാണ് ഇതിനേക്കാളും ഭേദമെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ 2 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്, ഒരു കോൺഫ്ലിക്റ്റാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. കഠിനമായ പല്ലുവേദന സഹിക്കുക, അല്ലെങ്കിൽ അത്രയും തന്നെ പേടിയുള്ള ദന്ത ഡോക്ടറുടെ അടുത്ത് പോയി പല്ല് പറിക്കുക. അതിനേക്കാളും ഏറ്റവും നല്ല ഒരിത് ചെകുത്താനും കടലിനും നടുക്കുക എന്നുള്ള ഒരു കാര്യം ഓർത്ത് വയ്ക്കുന്നതാണ്. ഇനി അടുത്തത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അതായത്
ഒരു ലക്ഷ്യത്തിന് തന്നെ ഒരേ സമയം പോസിറ്റീവായ വശങ്ങളും നെഗറ്റീവായ വശങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയിൽ ഉള്ളിലുണ്ടാകുന്ന സംഘർഷമാണിത്. അതായത് ഇപ്പം നമ്മളിപ്പം ഒരു ഭയങ്കര നല്ല പോസ്റ്റ്, അതായത് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ നമ്മുടെ LGS അല്ല, ഈ പഞ്ചായത്ത് സെക്രട്ടറി അതേപോലെയുള്ള തസ്തികകളിലൊക്കെ നല്ല പവർഫുള്ളായിട്ടുള്ള ജോബാണ് അല്ലേ. അപ്പോൾ ആ ജോബിൽ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാലറി, അതുപോലെ തന്നെ ആ ജോബിൻ്റെ പവറൊക്കെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോബാണ് അല്ലേ, വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ജോബ് കൂടിയാണ്. ഇപ്പോൾ IAS ആവുക, IPS ആവുക, ഇത് വളരെ സൊസൈറ്റിയിൽ ഭയങ്കര ഉയർന്ന പൊസിഷനാണ്. പക്ഷേ എന്താണ് പ്രശ്നം, അവരുടെ ആ ഒരു അവർക്ക് പല കാര്യങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന സ്ട്രെസ്സ് അതൊക്കെ വളരെ വലുതാണ്. അപ്പം അത്തരത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യാൻ അതിന് ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അത്രയും തന്നെ നെഗറ്റീവായ വശങ്ങളും ഉണ്ടാവുന്നു. സോ ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി ഓഫർ ലഭിക്കുന്നു, എന്നാൽ ജോലി ചെയ്യണമെങ്കിൽ സ്വന്തം നാടും കുടുംബവും വിട്ട് ദൂരത്തേക്ക് മാറേണ്ടി വരുന്നു. അതാണ് അവോയ്ഡൻസ്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നല്ല ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുന്നത്. അപ്പോൾ അതിനപ്പോൾ വരുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇനി ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് ഒരു വ്യക്തിയുടെ മുന്നിലുള്ള രണ്ട് ലക്ഷ്യങ്ങൾക്കും ഒരേ സമയം പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന സങ്കീർണമായ സംഘർഷമാണ് ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഫോർ എക്സാമ്പിൾ, നഗരത്തിൽ വലിയ ശമ്പളമുള്ളതും എന്നാൽ താമസ ചെലവ് കൂടുതലുമുള്ളതായ ഒരു ജോലി തിരഞ്ഞെടുക്കണോ, അതോ സ്വന്തം നാട്ടിൽ ശമ്പളം കുറഞ്ഞതും എന്നാൽ കുടുംബത്തോടൊപ്പം താമസിക്കാൻ പറ്റുന്നതുമായ മറ്റൊരു ജോലി തിരഞ്ഞെടുക്കണോ എന്നാലോചിച്ച് ബുദ്ധിമുട്ടുന്നത്. ഇതിന് വളരെ നല്ലൊരു എക്സാമ്പിളാണ് ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇവിടെ നമുക്ക് ലക്ഷ്യങ്ങൾ, രണ്ട് ചോയ്സസ് ഉണ്ട്. പക്ഷേ രണ്ട് ചോയ്സസിന് നെഗറ്റീവും ഉണ്ട്, രണ്ട് ചോയ്സസിന് പോസിറ്റീവ് ഉണ്ട്. അത് ഏകദേശം തുല്യമാണ് താനും. ഇനി അടുത്തത് തലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കോൺഫ്ലിക്റ്റുകൾ. അതായത് സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെയോ ഗ്രൂപ്പുകളുടെയോ എണ്ണം അടിസ്ഥാനമാക്കി ഇവയെ തരംതിരിക്കാം. സോ ഇൻട്രാപേഴ്സണൽ കോൺഫ്ലിക്റ്റ്, അതായത് ഒരു വ്യക്തിയുടെ മനസ്സിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന സംഘർഷം. അതായത് മുകളിൽ പറഞ്ഞ 11 മോഡലുകളിൽ ഇത് ഉൾപ്പെടുന്നു. സ്വന്തം മൂല്യങ്ങളും ചെയ്യുന്ന പ്രവർത്തികളും തമ്മിൽ ഒത്തുപോകാതെ വരുമ്പോൾ ഇതുണ്ടാകും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബയോളജി ടീച്ചേഴ്സാണ്. നമ്മൾ മിക്കവാറും ഈ ഫുഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻറ്റു സെൽസ്, അത് ഫുഡിൻ്റെ ഡൈജഷൻ അബ്സോർപ്ഷനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കും ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളൊന്നും വാങ്ങരുത്, ഇങ്ങനെ ഒരുപാട് കുക്ക് ചെയ്ത മീറ്റ്, എക്സ്ട്രീമായിട്ട് കുക്ക് ചെയ്ത മീറ്റ്, ഫോർ എക്സാമ്പിൾ ഈ ഷവർമ പോലുള്ളതൊന്നും അധികം കഴിക്കരുത്. പക്ഷേ നമ്മളിതെല്ലാം പഠിപ്പിക്കും, നമ്മൾ എത്രത്തോളം പേര് അതൊക്കെ കഴിക്കാതെ ഇരിക്കുന്നു. ഇപ്പം ഗാന്ധിജി എപ്പോഴോ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു, മധുരം കഴിക്കാതിരിക്കാനായിട്ട് ഒരു കുട്ടിയെ ഉപദേശിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെന്തോ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞിട്ട് വരാൻ പറയുകയും അദ്ദേഹം ആദ്യം മധുരം കഴിക്കുന്നത് ഒഴിവാക്കിയിട്ടാണ് കുട്ടിയെ ഉപദേശിച്ചത്. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇന്നതൊന്നും കഴിക്കാൻ പാടില്ല, ഇതൊക്കെ ഹെൽത്തിന് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നത്. അപ്പം നമ്മുടെ വാല്യൂസ് എല്ലാം, നമ്മുടെ ഒത്തിരി മൂല്യങ്ങൾ നമ്മളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പം നമുക്ക് നമ്മളുടെ വാല്യൂസിനനുസരിച്ച് പല സന്ദർഭങ്ങളിലും പെരുമാറാൻ വരുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം ജോലിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഈ നിങ്ങളൊക്കെ കേൾക്കുന്നതാണ്, സുപ്പീരിയേഴ്സിന് പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് പറയുന്നതിന് ഓപ്പോസിറ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ വാല്യൂ ഉണ്ട്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ പോലും വി കാൺട്ട്. സംടൈംസ് സിറ്റുവേഷൻസിൽ നമുക്കത് ചെയ്യാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. സോ അതാണ് ഇൻട്രാപേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്, അതായത് രണ്ട് വ്യത്യസ്ത വ്യക്തികൾ തമ്മിൽ അഭിപ്രായങ്ങളിലോ ലക്ഷ്യങ്ങളിലോ സ്വഭാവത്തിലോ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന സംഘർഷം. അതായത് ഒരേ ഓഫീസിലെ രണ്ട് ജീവനക്കാർ തമ്മിലുള്ള തർക്കം. അപ്പം എല്ലാ ഇൻഡിവിജ്വൽസും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഡിഫറെൻ്റാണ്. ഇപ്പം ചിലർ ഭയങ്കര പങ്ക്ച്വലായിരിക്കും, പങ്ക്ച്വൽ എന്നല്ല, ഇപ്പം ഓവറായിട്ടുള്ള നമ്മളെന്ത് പറയാം,
ഭയങ്കര പ്രോഗ്രാംഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ ബിഹേവ് ചെയ്യുന്നവർ. അതായത് 10-15 തന്നെ ചായ കുടിക്കും, അല്ലെങ്കിൽ 10-15 തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കും. പക്ഷേ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരാൾ അല്പം ഫ്ലെക്സിബിളാണ്, കുറച്ചുകൂടെ കാലതാമസമൊക്കെ എടുക്കുക അയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി വരുമ്പം ഉറപ്പായും ഇവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. മറ്റേ ആളെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒരു നെല്ലിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അനുവദിക്കില്ല. മറ്റേ ആളാണെങ്കിൽ ഇനിയുണ്ടല്ലോ സമയം ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ എന്താണ്, അവർക്കിടയിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇനി ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, ഒരേ ഗ്രൂപ്പിലോ ടീമിലോ ഉള്ള അംഗങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ആഭ്യന്തര സംഘർഷമാണ് ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങൾ തമ്മിൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം. അടുത്തത് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ടീമുകൾ തമ്മിലുണ്ടാകുന്ന സംഘർഷം. അതായത് ഒരു കമ്പനിയിലെ യൂണിയൻ തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിലുള്ള തർക്കം, അത് നമുക്ക് എന്ത് പറയാം, ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഇനി ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റുകൾ, അതായത് ഒരു ജോലി സ്ഥലത്തുണ്ടാകുന്ന സംഘർഷങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് 3ആയിട്ട് തരംതിരിക്കാം. ടാസ്ക് കോൺഫ്ലിക്റ്റ്, അതായത് ചെയ്യേണ്ട ജോലിയുടെ ഉള്ളടക്കത്തെയും ലക്ഷ്യങ്ങളെയും കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇത് പലപ്പോഴും ക്രിയേറ്റീവായ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ടാസ്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾക്കൊരു തസ്തിക കൊടുക്കുന്നു, നിങ്ങൾ ഒരു ദുരൂഹ സാഹചര്യത്തിൽ സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ ഈ പറയുന്ന കുഞ്ചാക്കോ ബോബൻ ചെയ്യേണ്ട ജോലിയിൽ കൂടുതൽ അദ്ദേഹത്തെ ചെയ്യിപ്പിക്കുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ തസ്തിക എന്താണോ അതിൽ അയാൾ ചെയ്യേണ്ട ജോലിയല്ല അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ പല ഇടങ്ങളിലും അവരുടെ പൊസിഷനിൽ അല്ലെങ്കിൽ അവർക്ക് നിർണയിച്ചിട്ടുള്ള അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലി അല്ലാതെ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ചെയ്യേണ്ടി വരെയും ഒക്കെ ചെയ്യാം. അപ്പം അത്തരത്തിൽ മറ്റൊരാൾ ചെയ്യേണ്ട ജോലി അയാൾ ചെയ്യാതിരിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഒരു ജോലി സ്ഥലത്തുണ്ടാകുന്ന ഫസ്റ്റ് കോൺഫ്ലിക്റ്റ്, അതാണ് ടാസ്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രോസസ് കോൺഫ്ലിക്റ്റ്, അതായത് ഒരു ജോലി എങ്ങനെ ചെയ്യണം എന്ന രീതിയെ ചൊല്ലി ഉണ്ടാകുന്ന സംഘർഷം. ഒരു ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയെ പറ്റി ഉണ്ടാകുന്ന സംഘർഷം. പലപ്പോഴും കേട്ടില്ലേ, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഇതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഒരാൾ പറയും ഈ രീതിക്ക് ചെയ്താൽ മതി, മറ്റേ ആൾ പറയും ആ രീതിക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്. ഇനി റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്, അതായത് വ്യക്തികൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കാരണം ഉണ്ടാകുന്ന വൈകാരികമായ സംഘർഷങ്ങൾ. അതായത് ഇപ്പോൾ ഒരു ഫയൽ ഒരു ടേബിളിലെത്തി, മറ്റേ ആളെ പറയിപ്പിക്കാൻ വേണ്ടി ഇയാൾ വേണമെങ്കിൽ വെച്ച് ആ ഫയൽ പുറത്തേക്ക് മറ്റേ ആൾക്ക് കൊടുക്കുന്നത് താമസിപ്പിക്കും. അപ്പം അയാൾ ചെയ്തില്ല, അൾട്ടിമേറ്റ്ലി അയാൾ ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ അയാളുടെ പേരിൽ കുറ്റം വരും. അപ്പം ഈ പരസ്പരമുള്ള ഈഗോ, ഒരേ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നവർക്കിടയിലുള്ള ഈഗോ കാരണം അവർക്കിടയിലെ റിലേഷൻഷിപ്പ് മോശമായത് കാരണം അവിടെ ജോലിയുടെ ഉൽപ്പാദനക്ഷമത ദോഷകരമായി ബാധിക്കപ്പെടുന്നു. അവിടെ പ്രോപ്പറായിട്ടുള്ള ചെയ്യേണ്ട അവരുടെ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് അവരിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനി ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ല, ചെയ്യുന്നില്ല. കാരണം ഒരാൾ ചെയ്യാൻ വൈകുന്നു, അതുവഴി മറ്റേ ആൾ അതേപോലെ തന്നെ ആ പ്രവൃത്തി ചെയ്യാനായിട്ട് കാലതാമസം എടുക്കുന്നു. ഇനി ധർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവ, ഫങ്ഷണൽ വേഴ്സസ് ഡിസ്ഫങ്ഷണൽ. അതായത് ഫങ്ഷണൽ വേഴ്സസ് ഡിസ്ഫങ്ഷണലിൽ ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെയോ വ്യക്തിയുടെയോ വളർച്ചയെയും ലക്ഷ്യപ്രാപ്തിയെയും സഹായിക്കുന്ന പോസിറ്റീവായിട്ടുള്ള സംഘർഷങ്ങൾ, അതാണ് ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ലെസൺ പ്ലാൻ 40 ലെസൺ പ്ലാൻ BEd പഠിക്കുന്നവർക്ക് എഴുതി വയ്ക്കണം. അപ്പോൾ ഒരു ടൈം പീരീഡ് തരാം, അതിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കണം അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഇതെന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സംഘർഷമാണ്. നമ്മളത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സമയമുണ്ട് കമ്മീഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാനും, അല്ലെങ്കിൽ ബാക്കി കുറച്ചുകൂടെ നമ്മുടെ മോഡൽസും കാര്യങ്ങളൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഫങ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഇനി ഡിസ്ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ്, അതായത് വ്യക്തിബന്ധങ്ങളെ തകർക്കുകയും ജോലിയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള സംഘർഷങ്ങൾ. അതും ഈഗോയൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു കീഴിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് കോൺഫ്ലിക്ട്സ്. താങ്ക് യു.